ഗായ്സ്, അപ്പോൾ ഇന്ന് വിഷുവിന്റെ തലേ ദിവസം. A few moments later. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഓണത്തിന്റെ തലേ ദിവസം. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? വേറെ എങ്ങോട്ടും അല്ല, അമ്പലത്തിൽ പോകുന്നതിനൊരു ഇതുണ്ട്. അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അത് സർപ്രൈസാണ് ഗൈസ്. എന്താ ഇപ്പം പറയാ, നമ്മളിപ്പോൾ പോകുന്നത് അമ്പലത്തിലേക്കാണ്. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ആ സംഭവം നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ അജിത്തേട്ടൻ വണ്ടി കയറ്റി നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും അമ്പലത്തിൽ പോവട്ടെ. അമ്പലത്തിൽ പോയി വന്നിട്ട് നമ്മളിന്ന് വീട്ടിൽ പോകും കേട്ടോ. അതായത് പാലക്കാട്. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ട് ഗൈസ്. സൂര്യനെ കാണാൻ എന്ത് ഭംഗി. സൂര്യൻ എന്നെ സൺകിസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വണ്ടി കയറട്ടെ. ഇതാണ് പാപ്പൻ. ഞങ്ങൾ അമ്പലത്തിൽ പോട്ടെ. ബായ്. നമ്മൾ നേരെ അങ്ങനെ പൂക്കടയിലോട്ടാണ് പോയത്. അപ്പം നമ്മുടെ സച്ചിൻ കാറും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പൂക്കടയിൽ നിന്ന് കുറച്ച് പൂമാല അല്ല, തുളസിമാല കേട്ടോ വാങ്ങിച്ചത്. തുളസിമാലയും വെറ്റിലയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് അമ്പലത്തിൽ പോയി. നമ്മൾ ഗണപതിക്ക് അമ്പലത്തിലാണ് പോയത് കേട്ടോ. അപ്പോൾ ഇനി പറയാം ഗൈസ്, നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്നറിയോ? നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അപ്പം നമ്മളിപ്പോൾ കാറ് പൂജിക്കാൻ വേണ്ടിയിട്ട് ശാന്തി വന്നു. ശാന്തി അല്ല, അജിത്തേട്ടനാണ്. സോറി ഗൈസ്, ശാന്തി എത്തിയിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ സച്ചിൻ വണ്ടിയുടെ ബോണറ്റൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ പൂമാലയൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശാന്തി ഇപ്പം തന്നെ വരും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം നമ്മൾ ഫ്രണ്ടിൽ ശാന്തി വരും. ആക്ച്വലി ശാന്തി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫ്രണ്ടിൽ തേങ്ങയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂജ സാധനങ്ങളും കൊണ്ടിട്ട് ഇനിയും ശാന്തി വരും. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 ടയറിൻ്റെ അടിയിൽ നാരങ്ങ വെച്ചിട്ടുണ്ട്. അപ്പോൾ അജിത്തേട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ജസ്റ്റ് ആ വണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇച്ചിരി അങ്ങ് ഓടിച്ചിട്ട് ഒന്ന് മാറ്റിയിടണം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മുടെ വണ്ടി പൂജയ്ക്കലൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇനി നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകാം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്കിനി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകാം. വണ്ടി അപ്പോൾ എടുത്ത് സൈഡിലേക്ക് മാറ്റിയിടുന്നുണ്ടേ.
അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വടക്കോട്ട് എടുക്കണം എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്. വണ്ടി പൂജിച്ച് കഴിഞ്ഞ് നേരെ വടക്കോട്ട് എടുക്കണം എന്ന്. സോ നേരെ വടക്കോട്ട് തന്നെ വണ്ടി എടുത്ത് അവിടെ നിന്ന് വളച്ച് തെക്കോട്ട് പോയി ഗൈസ്. നമ്മൾ തെക്കോട്ട് പോയ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം ഗൈസ് പാക്ക് ചെയ്ത ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് പാലക്കാട് പോകാണ്ട് ഓണത്തിൻ്റെ തലേ ദിവസം കൂടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരെ വടക്കോട്ട് എടുത്തിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഹോളുണ്ട്, ഓഡിറ്റോറിയം, അവിടെ തന്നെ നമ്മൾ വണ്ടി വളയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ നിന്ന് തന്നെ വണ്ടി വളച്ചിട്ടാണ് നമ്മൾ തെക്കോട്ട് പോകുന്നത്. തെക്കോട്ട് നിന്ന് പോകുന്നത് വേറെ ഒന്നുമല്ല, പനങ്ങാട് എന്നാണ് സ്ഥലപ്പേര്. തെക്കും വടക്കൊക്കെ ഉണ്ടല്ലോ. സോ അങ്ങനെ അപ്പം നമുക്ക് വേഗം പോയിട്ട് ഡ്രസ്സും കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ട് തിരിച്ച് വന്ന് എൻ്റെ വീട്ടിൽ കയറണം. എൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ അമ്മേനെ വണ്ടി കാണിക്കണം. അച്ഛൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക്, അങ്ങനെ കണ്ടു. അപ്പോൾ ഇനി നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി അമ്മയെ വണ്ടി കാണിക്കണം, പ്രസാദം കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അതുകൊണ്ടൊക്കെ അത്തക്കളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ഡാഡി തന്നെയായിരിക്കും അത്തക്കളമൊക്കെ ഇട്ടത്. ഡാഡിയാണ് അത്തക്കളിടുന്ന മെയിൻ ആളിതേ. അപ്പോൾ അമ്മയ്ക്ക് പ്രസാദം കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർ തൃപ്പൂണിത്തുറയിൽ എങ്ങാനും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. ദേ അപ്പോൾ അമ്മ വണ്ടി നോക്കുന്ന രംഗമാണ് ഈ കാണുന്നത് ഗൈസ്. പിന്നെ വണ്ടി എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ മാരുതിയുടെ ഷോറൂമിലാട്ടോ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ട്രൂ വാല്യൂ ഉണ്ടായിരുന്നു. അമ്മ നമ്മൾ കാർ എടുക്കുന്ന കാര്യം എന്തായാലും അവിടെയുള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുവഴിയാണ് ഞങ്ങൾ പോയിട്ട് കാർ എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിനി പോവാൻ സമയമായി, നമ്മൾ പോവുകയാണ്. ഇതേ സുഖു നിൽക്കുന്ന കണ്ടോ ഗൈസ്. സുഖു വഴിയിൽ നിന്ന് മാറുന്നില്ല. അങ്ങനെ സുഖുവിനെ തള്ളി മാറ്റിയാണ് നമ്മൾ വണ്ടി എടുത്തത്. അപ്പം നമുക്ക് പോവാൻ ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ അമൃത നമ്മുടെ പാലുകാച്ചലിന് തന്ന ഒരു കുഞ്ഞ് ഗിഫ്റ്റാണ് ഗൈസ്. അപ്പം നമുക്ക് പാലുകാച്ചലിന് അന്ന് അമൃത ഗിഫ്റ്റിൻ്റെ സമയത്ത് അമൃത അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളത് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഗൈസ് എടുക്കുന്നത്. നമ്മളിപ്പം നമ്മുടെ പുതിയ കാറിൽ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. ഞാൻ വിചാരിച്ചു വൈറ്റ് ഡബിൾ ടേപ്പ് ആയിരിക്കും. വിചാരിക്കുന്നു ഈ പശ കൊണ്ട് നിൽക്കൂലേ? സൈഡിലാണ്, സെൻട്രലല്ലേ വെക്കുക? വേറെ ആരെയും വെക്കൂല, ഒരെണ്ണം വെക്കുന്നുള്ളൂ. അറസിനൊക്കെ നമുക്ക് തുണീൻ്റെ എന്തിടാം ബാക്കിലോട്ട് ഇട്ട് വലിച്ചിട്ട് വരുന്നത് എത്തൂ. റൊട്ടി അതടിയിൽ പശ നല്ലൊരു ക്യൂട്ട് ഗണപതിയാണ് ഗൈസ്. കണ്ടോ, ക്യൂട്ട് ഗണപതി. പോലെ അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടെ പാലക്കാടേക്കാണ് പോയത്. പാലക്കാട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് കാറ് പൂജിക്കുന്ന വീഡിയോ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണും വരേക്കും ബൈ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം പാലക്കാടേക്കൊക്കെ എത്താനായിട്ടുണ്ട്. നമ്മളപ്പം വണ്ടി പൂജിക്കുന്ന ഒരു വീഡിയോയും നമ്മളൊരു പോകുന്നൊരു വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടെ ചെന്നിട്ട് നമ്മൾ വ്ളോഗൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഓക്കെ ബൈ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ ബൈ.